പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഷെല്ലിങ്ങിൽ 2 മരണം സംഭവിച്ചിരിക്കുന്നു. ഒന്ന് ഉറിയിലും മറ്റൊന്ന് പൂഞ്ചിലുമാണ്. ഈ 2 ഇടങ്ങളിലായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തുള്ള ഷെല്ലിങ്ങിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ ഈ നിമിഷം പുറത്തു വരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ബഹാവൽപൂരിലും മറിഡ്കയിലുമാണ് ഏറ്റവും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. മറിഡ്കയിലെ ലഷ്കർ എ തൊയ്ബയുടെ താവളങ്ങൾ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞു. കൃത്യതയോടെ നടന്ന ആക്രമണത്തിൽ ഭീകരത്താവളങ്ങൾ മാത്രമാണ് തകർത്തത് എന്ന് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന പരിശീലന കേന്ദ്രമായ മർക്കസ് സുബാനുള്ള പൂർണ്ണമായും നശിപ്പിച്ചു. ഈ പരിശീലന കേന്ദ്രത്തിന്റെ ഭാഗമായ 2100 ചതുരശ്ര മീറ്ററിൽ പരന്നുകിടക്കുന്ന കെട്ടിട സമുച്ചയവും ഇല്ലാതാക്കി എന്നാണ് അമേരിക്കൻ എർത്ത് ഇമേജിംഗ് സ്ഥാപനമായ മക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള തകർച്ച പാകിസ്ഥാന് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിൻ്റെ ആഴം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ, അതിൻ്റെ ദൃശ്യങ്ങളും സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിന് ശേഷം സംയമനം പാലിച്ച ഇന്ത്യക്ക് നേരെ തുടർച്ചയായിട്ട് പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 100ഓളം ഭീകരരെ വധിക്കാൻ കഴിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട പ്രാഥമികമായ വിവരം എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചത്. അതിർത്തി മേഖലകളിലെല്ലാം വ്യാപകമായ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തൽ വരുന്നു. ഇന്ത്യ ഉപയോഗിച്ചത് കാമിക്കാസി ഡ്രോൺ സംവിധാനവും ഇസ്രയേൽ നിർമ്മിത ഫാറോപ്പ് ഡ്രോണുകളും ആണ് എന്നുള്ള കാര്യവും ഈ നിമിഷങ്ങളിൽ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടയിൽ ഏറ്റവും അധികം സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങളും ഡ്രോണുകളും ഇന്ത്യക്ക് വെടിവെച്ചിടാൻ കഴിഞ്ഞു. പാകിസ്ഥാന്റെ F-16, JF-17 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നുള്ള റിപ്പോർട്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുരക്ഷാ കവചം ഇന്ത്യക്ക് വേണ്ടി ഒരുക്കിയത് ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എന്നുള്ള കാര്യവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളും ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറിന്റെ സഹോദരനുമായ അബ്ദുൽ അസർ റഹൂഫും കൊല്ലപ്പെട്ടു എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അത് പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്.